വാർത്തയിൽ ഇന്ന് വിശദമായി. എറണാകുളത്ത് വീണ്ടും പോലീസ് മർദ്ദനമെന്ന പരാതി. കാക്കനാട് സ്വദേശി റിനീഷിനെ എറണാകുളം നോർത്ത് പോലീസ് അകാരണമായി മർദ്ദിച്ചു എന്നാണ് പരാതി. മുഖത്തും കാലിലും മർദ്ദനമേറ്റതിനെ തുടർന്ന് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മകനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് റിനീഷിന്റെ അമ്മ DGPക്ക് പരാതി നൽകി. സംഭവത്തിൽ കൊച്ചി പോലീസ് കമ്മീഷണർ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. വിനീഷിനെ മർദ്ദിച്ചിട്ടില്ല എന്നാണ് നോർത്ത് പോലീസിന്റെ വിശദീകരണം. മൊബൈൽ വരാൻ പറഞ്ഞാൽ തരില്ല എന്ന് പറഞ്ഞു. ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ചെക്ക് ചെയ്തോളാൻ പറഞ്ഞു. നിന്ന് കൊടുത്തപ്പോഴാണ് ചൂരെല്ലാം അടിക്കണത്. പിന്നെ അതുകൊണ്ട് മോത്തിട്ട് അടിയായിരുന്നു. അവിടെ ഒരു ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നിട്ട് ആ മെട്രോ പില്ലറിന്റെ താഴെ നിന്നിട്ട് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കണേ. വെറുതെ അടിച്ചു. അപ്പോൾ എനിക്ക് നമ്മുടെ സാധാരണക്കാരന് ഇങ്ങനെയൊക്കെ തല്ലണ ഒരു ഭയങ്കര വിഷമമായി എനിക്ക്. ഞാൻ സാറിന്റെ അടുത്ത് പറയുകയും ചെയ്തു. തൃപ്പൂണിത്തുറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് മരിച്ച സംഭവത്തിന് പിന്നാലെയാണ് കൊച്ചിയിൽ വീണ്ടും പോലീസിനെതിരെ പരാതി ഉയരുന്നത്. മാൻപവർ കമ്പനിയിലെ ജീവനക്കാരനായ റിനീഷ് ജോലിയുടെ ഭാഗമായാണ് എറണാകുളം നോർത്ത് പാലത്തിന് സമീപമെത്തിയത്. ഇതിനിടെയായിരുന്നു പോലീസ് എത്തി ചോദ്യം ചെയ്യുകയും തുടർന്ന് തെരുവിൽ മർദ്ദനം അഴിച്ചുവിടുന്നതും. ഒരു കാരണവുമില്ലാതെ മകനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന് റിനീഷിന്റെ അമ്മ ആവശ്യപ്പെട്ടു. അമ്മമാരെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി പോലീസുകാരെ അടിച്ച് കൊല്ലാനല്ല, അതൊരിക്കലും ഉണ്ടാകരുത്. എന്റെ മോന് സംഭവിച്ചതുപോലെ വേറൊരു മക്കൾക്ക് ഉണ്ടാകരുത്. എനിക്ക് അത് മതി. എന്റെ മോൻ ഇപ്പം ഇത് പ്രതികരിച്ചില്ലെങ്കിൽ അവന് വീണ്ടും ഇതേപോലെ നാളെ ഇനിയും തല്ല. അപ്പോൾ നമ്മൾ വീണ്ടും പ്രതികരിച്ച് പറഞ്ഞാൽ ആദ്യം ഉണ്ടായത് പ്രതിച്ചിട്ടില്ല. അപ്പൊ അവന് എന്തെങ്കിലും പറ്റി, ഇപ്പൊ അടിക്ക് തന്നെ എന്തെങ്കിലും ആയിപ്പോയി അവൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് പോകുമ്പോൾ എന്നെ മോൻ പോകും. ഇവരെവിടെയെങ്കിലും കൊണ്ടിടും. റിനീഷ് നേരെയുണ്ടായ പോലീസ് മർദ്ദനം തൃപ്പൂണിത്തുറയുടെ തനിയാവർത്തനമാണെന്നും നടപടി വേണമെന്ന് ഉമാ തോമസ് MLAയും കൊച്ചിയിൽ നടക്കുന്നത് പോലീസ് രാജാണെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും പറഞ്ഞു. പോലീസുകാരെ കയറൂരി വിട്ടിരിക്കുകയാണ്. എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല, അവർക്കെതിരെ നടപടിയൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളത് കൊണ്ട് കൈത്തരിപ്പ് ആരുടെ അടുത്തും കാണിക്കാമെന്നുള്ളൊരു രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായി കാണുന്നത്. ആളുകൾ ഭയപ്പെടുകയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനും പോലീസിനെ കാണുമ്പോഴും ഭയപ്പെട്ട് ഓടുന്ന സാഹചര്യമാണ്. റോഡുകളിൽ നിന്ന് പിരിവെടുക്കുന്ന പണിയായി ഇന്ന് പോലീസ് മാറ്റിയിരിക്കുകയാണ്. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. എന്നാൽ റിനീഷിനെ മർദ്ദിച്ചിട്ടില്ലെന്നും പാലത്തിന്റെ താഴെ പതിവായി ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും പെട്രോളിംഗിന്റെ ഭാഗമായാണ് ചോദ്യം ചെയ്തതെന്നും പോലീസ് പറയുന്നു. സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ K. സേതുരാമൻ ഉത്തരവിട്ടിട്ടുണ്ട്. സെൻട്രൽ ACPക്കാണ് അന്വേഷണ ചുമതല. ന്യൂസ് 18 കൊച്ചി. തൃശൂർ അവണൂരിൽ ഗൃഹനാഥൻ മരിച്ചു. ഭക്ഷ്യവിഷബാധയെ തുടർന്നാണെന്നാണ് സംശയം. ഭക്ഷണത്തിൽ വിഷം കലർത്തിയിരുന്നു എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. തൃശൂർ അവണൂരിനടുത്ത് എടക്കുളത്ത് ഇന്ന് രാവിലെയായിരുന്നു സംഭവം. അമ്മാനത്ത് വീട്ടിൽ ശശീന്ദ്രനാണ് മരിച്ചത്. രക്തം ഛർദ്ദിച്ച് അവശനായ ശശീന്ദ്രനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് മരണം സംഭവിച്ചത്. ശശീന്ദ്രന്റെ ഭാര്യയെയും അമ്മയെയും വീട്ടിലെത്തിയ 2 തെങ്ങുകയറ്റ തൊഴിലാളികളെയും സമാന ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ ഒരു തൊഴിലാളിയുടെ നില ഗുരുതരമാണ്. വിഷാംശം ഉള്ളിൽ ചെന്നാണ് മരണമെന്നാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റ് പരിശോധനാ ഫലങ്ങളും വന്ന ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ. അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 തൃശൂർ. വൈക്കം സത്യാഗ്രഹം ശതാബ്ദി ആഘോഷത്തിന്റെ പത്രപരസ്യത്തെ ചൊല്ലി ഇടതുമുന്നണിയിൽ വിവാദം. പരസ്യത്തിൽ വൈക്കം MLA CK ആശയുടെ പേര് വയ്ക്കാത്തതിനെതിരെ CPI ജില്ലാ നേതൃത്വം രംഗത്ത് വന്നു. PRDയുടെ നിലപാട് അംഗീകരിക്കാനാകില്ല എന്ന് ജില്ലാ സെക്രട്ടറി VB ബിനു പറഞ്ഞു. ആ പരസ്യത്തിൽ വൈക്കത്ത് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയായതുകൊണ്ട് വൈക്കം MLA CK ആശയുടെ പേരുണ്ടാകണമെന്ന ശക്തമായ അഭിപ്രായമാണ് നമ്മൾക്കുള്ളത്. അതിൻ്റെ വിമർശനമാണ് ഞങ്ങൾ പറഞ്ഞത്. എന്നാൽ ആ വിമർശനത്തെ വളരെ തെറ്റായി വ്യാഖ്യാനിച്ച് ഈ പരിപാടിയിൽ തന്നെ MLA ഒഴിവാക്കിയെന്നും MLAക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നുള്ള വസ്തുതാവിരുദ്ധമായ വാർത്തകൾ വ്യാപകമായി പ്രചരിക്കുക. 2 മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ മറ്റു മന്ത്രിമാരെക്കാൾ പ്രാധാന്യം വൈക്കത്തെ ജനപ്രതിനിധിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അവിടെ നൽകി എന്നുള്ളതാണ് വസ്തുത. വീഴ്ച PRD ഉദ്യോഗസ്ഥരുടേതാണെന്ന് CK ആശയും പ്രതികരിച്ചു. ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും തന്റെ മുന്നിൽ വന്നിട്ടില്ല എന്നായിരുന്നു മന്ത്രി VN വാസവന്റെ പ്രതികരണം. തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ PRD പരിശോധിക്കട്ടെ എന്നും മന്ത്രി പറഞ്ഞു. ജനപ്രതിനിധികളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് എല്ലാ കമ്മിറ്റികളും എല്ലാ പരിപാടികളും ടീം വർക്കായിട്ടാണ്. നിങ്ങളിതിൽ സ്റ്റേജിലും കണ്ടതല്ലേ. അപ്പോൾ വേറെ ഏതെങ്കിലും പേരെവിടെയെങ്കിലും വിട്ടുപോയിട്ട് അതൊന്നും ഒരു പ്രശ്നമായിട്ട് തന്നെ അവരാരും ഉന്നയിച്ചിട്ടുമില്ല. ഇപ്പോൾ CK ആശയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ കണ്ടു.
അതിനകത്ത് അവർക്ക് ഒരു തരത്തിലുള്ള തർക്കം ഉള്ളതായിട്ട് അവർ പറഞ്ഞില്ല. പേര് വിട്ടുപോയത് PRDയുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണെങ്കിൽ അത് എന്താ നോക്കും എന്നുള്ള കാര്യം അവരോട് നേരിട്ട് പറഞ്ഞു എന്നും പറഞ്ഞു. അപ്പം അതുകൊണ്ട് ആ വിഷയം അവസാനിച്ചല്ലോ. ഒരു വിവാദത്തിനോ ഒരു തരത്തിലുള്ള തർക്കത്തിനോ പരാതിക്കോ അവസരമില്ലാത്ത രൂപത്തിൽ ഏറ്റവും ഭംഗിയായി ചിട്ടയായി നടന്നിരിക്കുന്നു. CK ആഷയ്ക്ക് പരിഗണന ലഭിച്ചില്ല എന്ന പരാതി CPI ജില്ലാ കമ്മിറ്റിക്കുള്ളതായി അറിയില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. പരിഗണന ലഭിച്ചില്ല എന്ന വാദം തെറ്റാണെന്നും പാർട്ടിക്ക് പരിഭവമില്ലെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. കെ മുരളീധരനെ പിന്തുണച്ച് MK രാഘവൻ MP എല്ലാവരെയും ഉൾക്കൊള്ളാൻ നേതൃത്വം തയ്യാറാകണം. തന്നെ മാറ്റി നിർത്തിയത് എന്തിനാണെന്ന് വിശദീകരിക്കേണ്ടത് നേതൃത്വമാണ്. തന്റെ മുൻ നിലപാടുകളിൽ മാറ്റമില്ല എന്നും MK രാഘവൻ കോഴിക്കോട് പറഞ്ഞു. കെ മുരളീധരനെ സംസാരിക്കാൻ വിളിക്കേണ്ടതായിരുന്നു. ന്യായമായും മുതിർന്ന നേതാക്കളെ ഉൾക്കൊണ്ട് പോകാനുള്ള ഒരു നേതൃത്വമാണ് നമുക്ക് ആവശ്യം. അത് വിളിക്കാതെ വളരെ മോശമായി അഭിപ്രായക്കാരനാണ് ഞാൻ. ശരിയായില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. വിളിക്കേണ്ടതായിരുന്നു. തിരുവനന്തപുരം DCC ഓഫീസിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യോഗം നടക്കുന്നതിനിടയിൽ നേതാക്കൾ തമ്മിൽ കയ്യാങ്കളി. DCC ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷിന് നേരെയാണ് കയ്യേറ്റ ശ്രമം ഉണ്ടായത്. ശശി തരൂർ MPയുടെ ഓഫീസ് സ്റ്റാഫാണ് കയ്യേറ്റത്തിന് ശ്രമിച്ചതെന്ന് സതീഷ് പറയുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ ഉണ്ടായ പ്രശ്നങ്ങളാണ് കാര്യത്തിലേക്ക് നയിച്ചത്. പോലീസിനും KPCC അധ്യക്ഷനും ഇത് സംബന്ധിച്ച് പരാതി നൽകുമെന്നും ശശി തരൂരിന്റെ അറിവോടെയാണ് മർദ്ദനമെന്നും തമ്പാനൂർ സതീഷ് പ്രതികരിച്ചു. ഞാൻ നിങ്ങളുടെ 4-5 ലോബികളാണ് 14 വർഷമായിട്ട് MPയെ ജനത്തിന് കാണിക്കാത്ത. ജനത്തിന്റെ ദുഃഖങ്ങളും പരിഭവങ്ങളും വിഷമമുള്ള പരാതികളുമായിട്ടുള്ള ഫോൺ കോളുകൾ എടുക്കത്തില്ല. അദ്ദേഹത്തിനെ കാണാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല. പിന്നെ AICCയും KPCC എന്നും വിമർശിക്കുന്നതാണ് നിങ്ങളെ MPയുടെ സ്ഥിരം ജോലി. അതൊന്നും ഈ പാർട്ടി പ്രസ്ഥാനത്തിൽ പറ്റത്തില്ല. നിങ്ങളെല്ലാം കൂടെ ലോബി ചേർന്ന് ഈ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കേണ്ട. ഒരു കാരണവശാലും നടക്കത്തില്ല എന്ന് പറഞ്ഞപ്പം ഇവർ 4-5 പേരുണ്ടായിരുന്നു. അതിലെല്ലാം കൂടെ എന്നെ പിടിച്ച് അടിച്ചു. അതേസമയം ശശി തരൂരിനെ കുറിച്ച് മോശമായി സംസാരിച്ച് പ്രകോപിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നും സംഭവം ആസൂത്രിതമാണെന്ന് സംശയിക്കുന്നതായും ശശി തരൂരിന്റെ ഓഫീസ് പറഞ്ഞു. മോദി പരാമർശത്തിൽ 2 വർഷം ശിക്ഷ വിധിച്ച കോടതി വിധിക്കെതിരെ രാഹുൽ ഗാന്ധി നാളെ അപ്പീൽ നൽകും. സൂറത്ത് സെഷൻസ് കോടതിയിലാണ് അപ്പീൽ നൽകുക. നിയമവിദഗ്ധരുമായുള്ള വിശദമായ ചർച്ചയ്ക്ക് ശേഷമാണ് സൂറത്ത് CJM കോടതി വിധിക്കെതിരെ രാഹുൽ ഗാന്ധി അപ്പീൽ നൽകുന്നത്. CJM കോടതി വിധിയിൽ പിഴവുകളുണ്ടെന്നാകും രാഹുൽ ചൂണ്ടിക്കാട്ടുക. കർണാടകത്തിലെ കോലാറിൽ നടന്ന പ്രസംഗത്തിന്റെ പേരിൽ സൂറത്ത് CJM കോടതിക്ക് കേസെടുക്കാൻ അധികാരമില്ലെന്നും പ്രസംഗത്തിൽ ഒരു സമുദായത്തെയും അപമാനിച്ചിട്ടില്ല എന്നും ഹർജിയിൽ ഉന്നയിക്കും. CJM കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെടും. സൂറത്ത് സെഷൻസ് കോടതിയിൽ നാളെ രാഹുൽ ഹാജരാകും. നിലവിൽ 2 വർഷത്തെ ശിക്ഷയാണ് സൂറത്ത് CJM കോടതി രാഹുലിന് വിധിച്ചത്. ഇതിനു പിന്നാലെ രാഹുലിനെ അയോഗ്യനാക്കി ലോക്സഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനമിറക്കുകയും ചെയ്തു. ലോക്സഭാ അംഗത്വം പുനഃസ്ഥാപിക്കണമെങ്കിൽ CJM കോടതി വിധി സ്റ്റേ ചെയ്യുകയോ റദ്ദാക്കുകയോ വേണം. സെഷൻസ് കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. രാമനവമി ആഘോഷങ്ങളുടെ ഭാഗമായി ബംഗാളിലെ ഹുഗ്ലിയിൽ സംഘടിപ്പിച്ച ശോഭയാത്രയ്ക്കിടെ സംഘർഷം. മേഖലയിൽ വൻ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു. വാഹനങ്ങൾക്ക് തീയിട്ട അക്രമികൾ പരസ്പരം കല്ലെറിയുകയും കടകൾ കൊള്ളയടിക്കുകയും ചെയ്തു. വാഹനങ്ങളും തകർത്തു. സംഭവ സ്ഥലത്ത് പോലീസിനെ വിന്യസിച്ചു. കനത്ത പോലീസ് കാവലിലും അക്രമികൾ വലിയ തോതിൽ വാഹനങ്ങൾക്കും റോഡിനും തീയിടുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. স্বাধীন আর বুদ্ধরা 14 বার আগে ফোন করো এই সময়। ശമ്പളം കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് ബാഡ്ജ് കുത്തി ജോലിക്കെത്തിയ വനിതാ കണ്ടക്ടർക്കെതിരെ KSRTC നടപടിയെടുത്തതിൽ പ്രതിഷേധം ശക്തമാണ്. തീരുമാനത്തിനെതിരെ പ്രതിഷേധിക്കുമെന്ന് തൊഴിലാളി സംഘടനകൾ അറിയിച്ചു. ആരെയും അപമാനിക്കാനല്ല ബാഡ്ജ് ധരിച്ചതെന്ന് നടപടിക്ക് വിധേയായ കണ്ടക്ടർ അഖില S. നായർ പറഞ്ഞു. കഴിഞ്ഞ ജനുവരി 11-നാണ് വൈക്കം ഡിപ്പോയിലെ അഖില S. നായർ ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ബാഡ്ജ് ധരിച്ചത്. ശമ്പളരഹിത സേവനം 41-ാം ദിവസം എന്നായിരുന്നു ബാഡ്ജിൽ എഴുതിയിരുന്നത്. ഇതിന് സോഷ്യൽ മീഡിയയിൽ വൻ പ്രചാരം ലഭിച്ചു. ഇതോടെയാണ് KSRTCയുടെ അച്ചടക്ക നടപടി.
വൈക്കത്ത് നിന്ന് പാലാ ഡിപ്പോയിലേക്കാണ് അഖിലെ സ്ഥലം മാറ്റിയത്. KSRTCയെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമല്ല തന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നും ഒരു ജീവനക്കാരൻ ആ ദിവസം ആത്മഹത്യ ചെയ്തിരുന്നു, ആ വിഷമത്തിലായിരുന്നു പ്രതികരിച്ചതെന്നും അഖില പറഞ്ഞു. സമാധാനപരമായി പ്രതിഷേധിക്കുക എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. അപ്പൊ അന്ന് ഈ പ്രതിഷേധം നടന്ന ദിവസം തന്നെയാണ് ആര്യനാട് ഡിപ്പോയിലെ ഒരു ഡ്രൈവർ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത കൂടി വരുന്നത്. അപ്പൊ അതും എല്ലാം കൂടി ആയപ്പോൾ ഒരു മാനസിക സംഘർഷം കൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ട്രിപ്പിനൊരു കുഴപ്പവും വരാതെ, ഷെഡ്യൂൾ മുടക്കാതെ, യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാതെ സമാധാനപരമായി എന്തെങ്കിലും ഒരു പ്രതിഷേധം നടത്തുക എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. KSRTC മാനേജ്മെന്റ് തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാണ്. തൊഴിലാളി സംഘടനകൾക്ക് പുറമെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ സോഷ്യൽ മീഡിയയിലൂടെ പ്രതിഷേധം അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. KSRTCക്ക് സഹായം നൽകില്ലെന്ന സർക്കാർ നിലപാടിനെ തള്ളാതെ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ശമ്പളം നൽകേണ്ടത് മാനേജ്മെന്റാണ്. സർക്കാർ ഇത്രനാളും ചെയ്തത് സഹായമാണ്. ശമ്പളം ലഭിച്ചില്ലെങ്കിൽ തൊഴിലാളികൾ സമരത്തിനിറങ്ങുമെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. ഇല്ല, അതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. സർക്കാർ കോടതി കൊടുക്കുന്ന ഒരു കാര്യമില്ല. ഈ കാര്യം അത്രയും സർക്കാരാണല്ലോ സഹായിച്ചുകൊണ്ടിരുന്നത്. അല്ല, അത് തൊഴിലാളിക്ക് ജോലി ചെയ്ത ശമ്പളം കിട്ടണം. അത് ആര് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. മാനേജ്മെന്റ് ആണല്ലോ കൊടുക്കേണ്ടത്. അത് കിട്ടാൻ വേണ്ടി സമരം ചെയ്യും. മധുവിന് നീതി ലഭിക്കുമോ? അട്ടപ്പാടി മധു കേസിൽ ഏപ്രിൽ 4 വിധി പറയാനിരിക്കെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് മധുവിന്റെ അമ്മ മല്ലി പാലക്കാട് SPക്ക് പരാതി നൽകി. പ്രതികളെ അനുകൂലിക്കുന്നവരിൽ നിന്ന് ഭീഷണി നേരിടുന്നുണ്ടെന്നും പ്രതികൾ ശിക്ഷിക്കപ്പെട്ടാൽ അക്രമം നേരിടേണ്ടി വരുമെന്നും ഭയക്കുന്നതായി ഇവർ പറയുന്നു. മാർച്ച് 30 കേസ് പരിഗണിച്ചപ്പോൾ കോടതിയിലെത്താൻ വാഹനം ലഭിക്കാത്ത സാഹചര്യമുണ്ടായെന്നും മല്ലി SPക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. സമരസമിതി നേതാവായ മാർസനും പോലീസ് സംരക്ഷണം നൽകണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. വാർത്തയിൽ തുടരുന്നു. അരിക്കൊമ്പൻ കേസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് പരിഗണിക്കണമെന്ന് കർഷക സംഘടനകൾ ആവശ്യപ്പെടും. 60ഓളം സംഘടനകൾ ചീഫ് ജസ്റ്റിസിനെ ഇതിനായി സമീപിക്കും. രാത്രിയിൽ കേസ് പരിഗണിക്കാനുണ്ടായ അടിയന്തര സാഹചര്യം നിയമവിരുദ്ധമാണോ എന്ന കാര്യത്തിൽ അന്വേഷണം വേണമെന്നും സംഘടനകൾ ആവശ്യപ്പെടുന്നു. അതിനിടെ കുങ്കിയാന താവളത്തിന് സമീപത്തേക്ക് ഇന്ന് 2 തവണ അരിക്കൊമ്പനെത്തി. ജസ്റ്റിസുമാരായ ജയശങ്കർ നമ്പ്യാരും P ഗോപിനാഥും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് നിലവിൽ അരിക്കൊമ്പൻ കേസ് പരിഗണിക്കുന്നത്. ഈ ബെഞ്ചിൽ നിന്ന് ഹർജി മാറ്റി ചീഫ് ജസ്റ്റിസ് വാദം കേൾക്കണമെന്നാണ് കർഷക സംഘടനകൾ ഉയർത്തുന്ന ആവശ്യം. മാർച്ച് 23 രാത്രി അരിക്കൊമ്പൻ വിഷയം അടിയന്തരമായി പരിഗണിക്കാനുണ്ടായ സാഹചര്യം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തെ 60ഓളം കർഷക സംഘടനകൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ സമീപിക്കും. അരിക്കൊമ്പൻ കേസ് ഇനി പരിഗണിക്കുന്ന 5-ാം തീയതി രാവിലെ ചീഫ് ജസ്റ്റിസിനെ കണ്ട് പരാതി നൽകാനാണ് തീരുമാനം. മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന ഒരു കോടതി നടപടിയായി അതിനെ കാണുന്നു. അതോടൊപ്പം ഈ ദുരൂഹതയുണർത്തുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ ആദ്യഘട്ടം മുതൽ ഉണ്ടായിട്ടുള്ളത്. ഹർജി കൊടുത്തതും രാത്രി ഹർജി പരിഗണിച്ചതും പിന്നീടുണ്ടായിട്ടുള്ള വിധിയും ഈ ഇപ്പോൾ നിയമിച്ച വിദഗ്ധ സമിതിയും ഒരു ആസൂത്രിത നീക്കമായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. കോടതി നിയോഗിച്ച 5-അംഗ സമിതിയിലെ 4 പേർ ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകളിൽ നാളെ സന്ദർശനം നടത്തും. 5-ാം തീയതി കേസ് പരിഗണിക്കുന്നതിന് മുന്നോടിയായി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. സമിതി ജനവികാരം മനസ്സിലാക്കുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. വിദഗ്ധ സമിതി നാളെ വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ എവിടെയെങ്കിലും വന്നു പോയിട്ട് കാര്യമില്ല. ഞങ്ങൾക്കിടയിലേക്ക് വന്ന് ഞങ്ങളുടെ കൃഷിഭൂമി സന്ദർശിച്ച് 301 കോളനി ഒഴിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. ആ സ്ഥലം സന്ദർശിച്ച് എല്ലാം കൃത്യമായി അവർ ബോധ്യപ്പെട്ട് നല്ല കൃത്യമായ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു മറുപടി വേണം ബഹുമാനപ്പെട്ട കോടതിക്ക് കൊടുക്കാനായിട്ട്. അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ആനയിറങ്കൽ റിസർവറിന് ചുറ്റും 1252.83 ഹെക്ടർ ഭൂമി ആനയിറങ്കൽ നാഷണൽ പാർക്ക് എന്ന ഒരു ഫസ്റ്റ് ഇൻഡക്ഷൻ നോട്ടീസ് പോലും ഇറക്കാതെ ഒരു പ്രോജക്ട് റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ വനം വകുപ്പ് സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് പിൻവലിക്കുന്നത് വരെ ഞങ്ങൾ ഈ സമരം തുടർന്നു പോകും. അതിനിടെ അരിക്കൊമ്പൻ ഇന്ന് വീണ്ടും കുങ്കിത്താവളത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചു. അടുത്തപ്പോഴേക്കും വാച്ചർമാർ ഓടിച്ചു. കുങ്കിത്താവളത്തിനോട് ചേർന്ന ആനയിറങ്കൽ ജലാശയത്തിന് സമീപത്തെ മരങ്ങൾക്കിടയിലാണ് കൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. കുങ്കിയാന താവളത്തിന് സമീപം കൂടുതൽ വാച്ചർമാരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് വിശ്രമത്തിലാണ് കോന്നി സുരേന്ദ്രനും കുഞ്ചുവും. ഒപ്പം വിക്രമും സൂര്യനുമുണ്ട്. ഇനി ദൗത്യത്തിനായുള്ള കാത്തിരിപ്പാണ്. ചിന്നക്കനാലിൽ നിന്നും ക്യാമറമാൻ KP ധനേഷിനൊപ്പം പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18.
മൂന്നാറിൽ വീണ്ടും KSRTC ബസ് തടഞ്ഞ് പടയപ്പ. മൂന്നാർ മറയൂർ അന്തർ സംസ്ഥാന പാതയിൽ കന്നിമല എസ്റ്റേറ്റിന് സമീപത്താണ് പുലർച്ചെ കാട്ടാനിറങ്ങിയത്. വാഹനം തടഞ്ഞെങ്കിലും അപകടമൊന്നും സംഭവിച്ചില്ല. തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമിക്കാവ് ക്ഷേത്രത്തിലെ പ്രപഞ്ചയാഗം തുടരുന്നു. മുഖ്യ കാർമ്മികനായ അഘോരി പരമ്പരയിലെ ശ്രീ കൈലാസപുരി ഭക്തസഹസ്രങ്ങൾക്ക് അനുഗ്രഹം നൽകി. കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തെത്തിയ കൈലാസപുരി പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടത്തിയ ശേഷമാണ് ഭക്തർക്ക് അനുഗ്രഹം നൽകിയത്. പൗർണമിക്കാവ് അമ്മയുടെ യാഗഭൂമിയിൽ കൈലാസപുരി സ്വാമിജികൾ എത്തിച്ചേർന്നിരിക്കുന്നു. പ്രപഞ്ചയാഗശാലയിൽ പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ ഉപവിഷ്ടനായ കൈലാസപുരി യാഗകർമ്മങ്ങൾ വീക്ഷിച്ചു. യാഗം ഓരോ ദിവസവും പിന്നിടുമ്പോഴും പൗർണമിക്കാവിൽ ഭക്തജനപ്രവാഹം ഏറുകയാണ്. ഇവിടെ സകല പ്രപഞ്ച അഷ്ടദിക്പാലകന്മാരെയും അതുപോലെ തന്നെ പ്രപഞ്ചത്തിലെ അഗ്നിവായു ജലം വരുണൻ അങ്ങനെയുള്ള എല്ലാ മൂർത്തികളെയും ആവാഹിച്ച് പൂജിച്ച് അവരെ തൃപ്തിപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഗണേശ ഹവനത്തോടു കൂടിയിട്ട് ഒരു ദിവസം തുടങ്ങി. ആ ഗണേശ ഹവനം, മഹാലക്ഷ്മി ഹവനം, ഗായത്രി ഹവനം, മഹാസുദർശന ഹവനം, മഹാമൃത്യുഞ്ജയ ഹവനം അങ്ങനെയുള്ള ഹവനങ്ങളോട് കൂടിയിട്ട് തുടങ്ങി. പിന്നെ മഹാകാലഭൈരവ ഹവനാണ് ഇവിടെ പ്രാധാന്യമായിട്ട് കൊടുക്കുന്നത്. അടുത്ത ദിവസങ്ങളിലും കൈലാസപുരി ഭക്തർക്ക് ദർശനം നൽകും. നാടിൻ്റെ നന്മയ്ക്കും ജനക്ഷേമത്തിനുമായാണ് ലോകത്താദ്യമായി പ്രപഞ്ചയാഗം പൗർണമിക്കാവിൽ നടത്തുന്നത്. നേപ്പാളിലെ പശുപതിനാഥ്, ബദരീനാഥ്, കേദാർനാഥ്, മധുര മീനാക്ഷി ക്ഷേത്രം, പത്മനാഭസ്വാമി ക്ഷേത്രം തുടങ്ങിയ വിവിധ പുണ്യകേന്ദ്രങ്ങളിലെ പുരോഹിതർ യാഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബാലത്രിപുരസുന്ദരി ദേവി മുഖ്യപ്രതിഷ്ഠയായ പൗർണമിക്കാവ് ക്ഷേത്രം നിർമ്മിച്ചത് ആയി രാജവംശമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. മുംബൈയിൽ നിത മുകേഷ് അംബാനി കൾച്ചറൽ സെന്റർ ഉദ്ഘാടനത്തിനെത്തിയത് നിരവധി ബോളിവുഡ് താരങ്ങളാണ്. മുംബൈ ബാന്ദ്ര കുർള കോംപ്ലക്സിലെ ജിയോ വേൾഡ് സെന്ററാണ് കൾച്ചറൽ സെന്ററിന്റെ ആസ്ഥാനം. ഇന്ത്യൻ കലയുടെയും സംസ്കാരത്തിന്റെയും ഏറ്റവും മികച്ചത് ലോകമെമ്പാടും പ്രദർശിപ്പിക്കാനും ശ്രദ്ധയാകർഷിക്കാനുമുള്ള കേന്ദ്രമായി നിത മുകേഷ് അംബാനി കൾച്ചറൽ സെന്റർ. I could say spectacular, I could say fantastic, I can say mesmerizing. But what I'd like to say is, after coming here, I remember what I always followed in my life, and it's reminded me of that, and I'm going to go back, inspired again, and work harder. Truly world class. This is something we've never experienced before, and I think there were so many moments when we teared up, so many moments when we had goosebumps. We just had our minds blown. Neeta ma'am has done for culture in India and so much. And I think the Ambani family really has their pulse on Indian culture and the pride of being from the country and, you know, for the global Indians specifically as well. സിനിമ, സംഗീതം, നൃത്തം, നാടകം, സാഹിത്യം തുടങ്ങി കലാസാംസ്കാരിക പൈതൃകത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആഘോഷിക്കുന്നതിനുമുള്ള ഇടമായി കൾച്ചറൽ സെന്റർ. This wonderful evening and really looking forward to what they have to present and share with the rest of the world. They always do things so immaculately, so perfectly. So more than happy to celebrate here with the family. We are very excited to get to the exhibition. It has some of the most exquisite pieces, timeless, grandness, everything. I think every ness in the dictionary I think we can add. സിനിമാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖരാണ് കഴിഞ്ഞ ദിവസം ഇവിടേക്ക് എത്തിയത്. It's a great opportunity for us to see content or material that is being made which needs a platform like this. Material that's made from all over the world which now can perform over here. So we get to see that. Yeah, that'll be great. It's really grand. I think it'll attract like world shows, events, etc., and I think it's built for that. And I hope to see a lot of intermingling of cultures and like a melting pot. ലോകത്തിലെ ഏറ്റവും മികച്ച കലാനുഭവമെന്നാണ് സിനിമാ താരങ്ങൾ പ്രതികരിച്ചത്. You'll see how Indian fashions
and our designs and our textiles have impacted on a very global platform. So I really feel this is going to be like the hotbed of talent, music, art, theatre, everything. യുഎസിലോ യൂറോപ്പിലോ ഉള്ളതിനേക്കാൾ മികച്ച അന്താരാഷ്ട്ര വേദി ഇന്ത്യൻ കലാകാരന്മാർക്ക് ലഭ്യമാക്കണമെന്നുള്ള നിത അംബാനിയുടെ കാഴ്ചപ്പാടാണ് NMACC. 4 നിലകളുള്ള NMACCയിൽ 16,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പ്രദർശന സ്ഥലവും 3 തിയേറ്ററുകളും ഉണ്ടാകും. കുട്ടികൾ, വിദ്യാർത്ഥികൾ, മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് പ്രവേശനം സൗജന്യമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇനി IPL വിശേഷങ്ങളിലേക്കാണ്. IPL 16ാം സീസണിൽ രാജസ്ഥാൻ റോയൽസിന് ജയത്തോടെ തുടക്കം. 72 റൺസിലാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ രാജസ്ഥാൻ തകർത്തത്. 204 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഹൈദരാബാദ് 8 വിക്കറ്റ് നഷ്ടത്തിൽ 131 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ആദ്യ ഓവർ തന്നെ 2 വിക്കറ്റ് വീഴ്ത്തിയ ട്രെന്റ് ബോൾട്ടും 4 വിക്കറ്റ് വീഴ്ത്ത യുസ്വേന്ദ്ര ചഹലുമാണ് ഹൈദരാബാദിനെ തകർത്തത്. രാജസ്ഥാൻ റോയൽസിന് വേണ്ടി സഞ്ജു വി സാംസണും ജോസ് ബട്ട്ലറും SSV ജയ്സ്വാളും അർദ്ധ സെഞ്ചുറി നേടി. രണ്ടാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ 4 വിക്കറ്റുകൾ നഷ്ടമായി. വാർത്തയിൽ ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.